എന്താ മോളെ പറ്റിയത്? എന്താ പറ്റിയേ? സാരമില്ലടോ, അവക്കൊന്നുമില്ല. 3-4 ദിവസമായിട്ട് അച്ഛനുമായിട്ട് പിണങ്ങി നടക്കുകയല്ലേ, അതിന്റെ മെന്റൽ സ്ട്രെസ് ആയിരിക്കും. ദാറ്റ്സ് ഓൾ. കുറച്ച് ദിവസമായി മോള് ഫുഡൊന്നും പ്രോപ്പർ അല്ല അല്ലേ? നിർബന്ധിച്ച കുറച്ച് കഴിക്കും, ഒന്ന് ബോധിപ്പിക്കാൻ മാത്രം. ആ, അതാ ഇങ്ങനെ അനീമിക്കായത്. സാരമില്ല, ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേക്ക് ഷീ വിൽ ബി ഓൾ റൈറ്റ്. ആഹാ, വീട്ടിലൊരു പകുതി ഡോക്ടർ ഉണ്ടായിട്ടാണോ ഈ നിലവിളിയും ബഹളവും ഒക്കെ? അല്ല, പിന്നെ നിങ്ങൾ അച്ഛൻ്റെ മോടെ സൗന്ദര്യപ്പിണക്കൊന്നും ഇതുവരെ തീർന്നില്ല? അല്ല, അതിപ്പോ കളയടൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടേതായ ടേസ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും നന്നായിട്ട് അവരവരുടെ കരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് അവരെ തടയാൻ നോക്കിയാൽ അവർ ഡിസപ്പോയിന്റഡ് ആവും. മോടെ കാര്യത്തിലും ഇപ്പോൾ അതാ ഉണ്ടായത്. മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടാവും മേനോ പിടികൊടുക്കാതെ നിൽക്കുന്നത്, അല്ലേ പ്രഭേ? അത്തരം ഓവർ സെന്റിമെന്റ്സ് ഒക്കെ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. സ്റ്റേറ്റ് ലെവൽ 5ാമത്തെ ടോപ്പ് സ്കോറർ അല്ലേ ഗായത്രി? അബ്രോഡിലൊക്കെ പോയി മാസ്റ്റേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപൂർവം കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ലെറ്റ് ഹിയർ ഗോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ എല്ലാം തൻ്റെ ഇഷ്ടം. അല്ല കൊച്ചു ഡോക്ടറെ, എനിക്കൊരു സംശയം. ചെറിയൊരു ബോധക്കേട് കണ്ടപ്പോൾ ഇങ്ങനെ നെർവസ് ആവുമെങ്കിലേ വല്ല ആക്സിഡന്റ് കേസോ ഓറ്റിയോ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. പണ്ടൊക്കെ മീൻ വെട്ടുമ്പോഴുള്ള ചോര കണ്ടാൽ പോലും അവക്ക് തല കറങ്ങുമായിരുന്നു. ഇപ്പൊ ഏതായാലും ആ പേടിയൊക്കെ മാറിയില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. എന്താ ആലോചിക്കുന്നേ? നമുക്ക് മക്കളോടെല്ലാം തുറന്നു പറഞ്ഞാലോ സത്യേട്ടാ? എല്ലാം അറിഞ്ഞു കഴിയുമ്പോ ചിലപ്പോ. വേണ്ട, ഒരിക്കലും ഒന്നും അവരറിയരുത്. നമ്മൾ ഇങ്ങനൊരു കുരുക്കിലാണെന്നറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല പ്രഭേ. വിശേഷിച്ച് ഗൗരിമോൾക്ക്. ചിലപ്പോ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവളിനി പഠിക്കുന്നില്ല എന്ന് പോലും പറഞ്ഞു കളയും. സാരമില്ല, നമുക്ക് ഗായത്രിയെ മറ്റെന്തെങ്കിലും റീസൺ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുക്കാം. ഒക്കെ ശരിയാവൂടോ, താൻ വിഷമിക്കാതെ. അയ്യോ, എന്നതാ നിങ്ങൾ ഈ ചെയ്യുന്നേ? അത് കൊല വരാറായതല്ലായിരുന്നോ? ആയിരുന്നോ?
എന്നാ നീ കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്ക്. എടീ ശവമേ, നിന്നെ പോലെ മണ്ട അടച്ചതുകൊണ്ടാ ഇതങ്ങ് വെട്ടിക്കളഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ വെമ്പ്രനോത്തിക്ക്? എവിടെ വല്ല വാഴയോ തെങ്ങോ ആയിരുന്നെങ്കിൽ ഇതുപോലെ അങ്ങ് വെട്ടിക്കളയായിരുന്നു. ഇതിപ്പോ പിള്ളേരുടെ തള്ളയായി പോയില്ലേ? ഏത് നേരം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്നാ ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തത്? അയ്യോടി, എന്നാ നീ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളൊക്കെ ഒന്ന് വിളമ്പിക്ക്, ഞാനൊന്ന് കേക്കട്ടെ. ആ ചെയ്തു, 2 മക്കളെ പെറ്റിട്ട് തന്നു. അതേ എന്റെ ഓർമ്മയിലുള്ളു കേട്ടോ. പിന്നെ കർത്താവ് തമ്പുരാൻ അനുഗ്രഹം കൊണ്ട് അതുങ്ങൾക്ക് നിന്റെ ഈ മോഴത്തിന്റെ സ്വഭാവം കിട്ടിയില്ല. അത് മഹാഭാഗ്യം. ബാക്കിയൊക്കെ പണിക്കാര് ചെയ്തോളൂ അപ്പച്ച. ഉണ്ണാറായില്ലേ? രണ്ടാളും വന്നേ. ഓ, എനിക്കിപ്പോ വിശപ്പും ദാഹമൊന്നും ഇല്ലടി കൊച്ചേ. നീ വയ്ക്കോ. ദാ ഇവളെ കൂടി വിളിച്ചോ, അല്ലേ കിന്നാരം പറഞ്ഞ് മനുഷ്യന്റെ സൗകര്യം കെടുത്താൻ നിൽക്കും. ചാച്ചനെവിടെയാടി? തോട്ടത്തിലുണ്ട്. രാവിലെ മുതൽ പറമ്പിൽ ചുറ്റിപ്പറ്റി നടക്കുക. എന്നാ പറ്റിയോ എന്തോ. അല്ല, ഇച്ചൈൻ എങ്ങോട്ടാ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ വേണ്ട, ഞാൻ ക്ലബിൽ നിന്ന് കഴിച്ചോളാം. ആഹാ, ചാച്ചനെന്ന് ഫുൾ സിംഗിലാണല്ലോ. എന്നാ പറ്റി പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങാൻ? ആ, എന്റെ കൊച്ചിങ് വരാറായില്ലടാ. ഇനി പതുക്കെ പതുക്കെ പിച്ച വെച്ച് തുടങ്ങണം എനിക്ക്. കാറ്റും വെയിലും ഒക്കെ കൊണ്ട് ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ഉറപ്പിക്കണം. ചാച്ചൻ പേടിക്കണ്ടെന്നേ, പഴയതിലും വേറോടെ നമ്മൾ ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ആ പിന്നെ ആ പണിക്കര് വിളിച്ചിരുന്നു, മേനോ പലിശയ്ക്ക് ഫണ്ട് ചോദിക്കുന്നുണ്ടെന്ന്. ചില്ലി കാശ് കൊടുക്കരുതെന്ന് പറയണം അയാളോട്. അയാളെ മാത്രമല്ല ചാച്ച, അവൻ കൈ നീട്ടാൻ ചാൻസ് ഉള്ള എല്ലാവരെയും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ മോള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടു രസിക്കാൻ കണ്ണിറയെ കാഴ്ചകൾ ഉണ്ടാവണം അവൾക്ക്. ഇത്ര നാളും പതിയിരുന്നായിരുന്നു നമ്മുടെ നീക്കങ്ങളെങ്കിൽ ഇനി അങ്ങോട്ട് വെട്ടത്തോട്ട് ഇറങ്ങി കളിക്കണം. ആ ഞാൻ ഏതായാലും അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ചാച്ചൻ വരുന്നോ? ഇല്ലടാ, ഇനി ഒരിക്കൽ കൂടി ഒരു തടവുകാരുടെ വേഷത്തില് അവളെ കാണാൻ പറ്റുകയില്ല എനിക്ക്. ഇനിയിപ്പോ 1-2 ദിവസം കടിച്ചു പിടിച്ചങ്ങ് നിന്നോളാം ഞാൻ. നീ പോയിട്ട് വാ. അവൾക്ക് വേണ്ടി പാപ്പിച്ചി ഇവിടെ ചിലതൊക്കെ ഒരുക്കി വെക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞാ മതി. ശരി ചാച്ച. ബെന്നിച്ച, എനിക്ക് എന്റെ കൊച്ചിനെ തിരിച്ചു കിട്ടുമ്പോഴേക്കും അവൻ അവന്റെ 2 മക്കളെ നഷ്ടപ്പെട്ടിരിക്കണം. അതൊന്നിച്ചാണേൽ അങ്ങനെ, അതല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ. അതെന്റെ ഒരു വാശിയാണ്. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എന്റെ പാപ്പിച്ചായന്റെ മനോവിഷമം തീർന്നില്ല ഇതുവരെ. ചാച്ചന്റെ കാര്യം നിനക്കറിയില്ല മോളെ. ഇവിടെ വന്ന് നിന്നെ ഈ കോലത്തിൽ കണ്ട പിന്നെ അത് മതി. വരുന്നില്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. 2 വർഷം തടവും 50,000 രൂപ പിഴയും. നിസ അബ്ദുൾ ഖാദർ എന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്ത് കൊന്ന കേസിലെ 3-ാം പ്രതി സയന പൗലോസ് പൂക്കാടൻ ശിക്ഷ കഴിഞ്ഞിറങ്ങാൻ പോകുന്നു. ആ വരവ് വേണ്ട പോലെ എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ ചായ? അത് പിന്നെ അങ്ങനെ ചോദിക്കാനോടി. നിന്നെ ഇതിന് പുറത്തൊന്ന് കിട്ടാൻ വേണ്ടി മാത്ര ഞാനും ചാച്ചനൊക്കെ ഇതുവരെ കാത്തിരുന്നേ. വിചാരണയും ജാമ്യവും ഒക്കെയായി ഒരു 4 മാസം. ബാക്കി 20 മാസവും ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ അന്തരീക്ഷവുമായി വല്ലാതങ്ങ് പൊരുത്തപ്പെട്ടു പോയി മനസ്സ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇല്ല മോളെ, ഇനി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞങ്ങള്. നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ചവന്റെ കുടുംബം തകർന്നടിഞ്ഞില്ലാതാവുന്നത് കാണാൻ നീ അവിടെ ഉണ്ടാവും, നമ്മുടെ വീട്ടില്. ഞാനും ചാച്ചനും എല്ലാം തീരുമാനിച്ചു. എന്തു പറയുന്നു പ്രകാശ് മേനോനും മക്കളും?
അവൾ ഇപ്പോഴും കോളേജിൽ വലിയ ഹീറോയിൻ ചമഞ്ഞ് നടക്കുകയല്ലേ? വാഴില്ലടാ, വാഴിക്കില്ല നമ്മള്. തന്തയുടെ കാലിടറി തുടങ്ങി. ബാങ്ക് ഏത് നിമിഷം വീഴുന്ന സ്റ്റേജിലാ. കിട്ടാവുന്നിടന്നെല്ലാം കൊള്ള പലിച്ച് കിടക്കുന്നുണ്ട് വേണം. ഇപ്പൊ നമ്മൾ അവന്റെ ഓരോ സോഴ്സും മുടക്കിക്കൊണ്ടിരിക്കുക. കിടന്ന നക്ഷത്രക്കാലെണ്ണ പാവം. നീ നോക്കിക്കൂടി, ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും നീ ഒരു സന്തോഷ വാർത്ത അറിയും. അവളുടെ നെഞ്ചത്ത് കോളേജുകാർ റീത്ത് വെച്ച് ആഘോഷിക്കുന്ന വാർത്ത ഒക്കെ അതിന്റെ മുറയ്ക്ക് നടക്കുമോളെ. നീ കണ്ടോ? பெருமாள் അതുണ്ട്. நீ ஏன் தம்பி அந்த மாதிரி பேசுறேன்? இல்ல 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 அதெல்லாம் முடியாது. நான் சொல்றது நீ கேளு. ரொக்கம் பணம் கையிலே தொட்டு வாயிலே தோசை, அதுதான் பெருமாளோட பாலிசி. சரி, அப்புறம் பேசலாம். கடவுளே, யார் இது? வாங்க வாங்க. എന്തൊക്കെയാണ് മേനോൻ സാറേ വിശേഷങ്ങൾ? സൗഖ്യമാ? എന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് പെരുമാളിനല്ലേ? അപ്പടിയാ? തെരിയും തമ്പി, തെരിയും. ഇവിടെ ഇങ്ങനെ ഒരു കസേര വലിച്ചിട്ടിരുന്ന ഈ ഉലകത്ത് നടക്കുന്ന സകലമാന വിശേഷങ്ങളും സെക്കൻഡിനുള്ളിൽ പെരുമാൾ പക്കവെത്തും. അതിരിക്കട്ടെ, ഇന്നലെ ഇളയ കുളന്തയ്ക്ക് പിറന്നാളായിരുന്നു അല്ലേ? കോവിലിൽ വെച്ച് നാം പാത്തിട്ടെ അഴകാന രാജകുമാരിതാ. അപ്പുറം குழந்தைக்கு நான் ஒரு பர்த்டே கிஃப்ட் கொடுத்தாயிருന്നു. நம்ம பையன்மார் பக்கம் அந்த மார்க்கெட்ல கிடைச்சிരുന്നാ തമ്പി? വേണ്ടടോ പെരുമാളെ. ദാ ഈ നോട്ടുകെട്ടുകളുടെയും ചുറ്റും റാമൂളി നിൽക്കുന്ന ഈ കൂലിത്തല്ലുകാരുടെയും ബലത്തിൽ കോവിപ്പെട്ടി പെരുമാൾ അങ്ങനെ ഒരുപാട് ഞെളിയണ്ട. സത്യപ്രകാശ് മേനോൻ ആദ്യമായിട്ടൊന്നുമല്ലോ തന്റെ നിന്ന് പലിശയ്ക്ക് പണമെടുക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തെ പലിശയുടെ കണക്കൊഴിച്ചാൽ അതുവരെയുള്ള നമ്മുടെ ഇടപാടുകൾ കൃത്യമായിരുന്നില്ലേ അല്ലേ? ആമാ. ഈ മാസത്തെ പലിശയും കൂടി ചേർത്ത് മുതൽ സെറ്റിൽ ചെയ്യാൻ ഞാൻ തന്നോടൊരു അവധി പറഞ്ഞു. അത് താൻ സമ്മതിക്കുകയും ചെയ്തതാ. ആമാ, சொன்னது റൈറ്റ് താ. എന്നിട്ടും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്നലെ തന്റെ ആളുകളെ പറഞ്ഞുവിട്ട് മാർക്കറ്റിൽ ഒരു ഷോ കാണിച്ചു. അതാര് പറഞ്ഞിട്ടാണെന്നും അതിന്റെ സ്പോൺസർ ആരായിരുന്നൊക്കെ എനിക്ക് നന്നായി അറിയാടോ. എടോ കോവിൽ പെട്ടി പെരുമാളെ, താൻ എന്നു മുതലാടോ പൂക്കാടൻ പൗലോസ് തുന്നിത്തന്ന ജെയ്സിയും വിട്ട് കളത്തിലിറങ്ങാൻ തുടങ്ങിയത്? ദാ നോക്ക്, പ്രകാശം ഫിനാൻസിന് പൊളിച്ചെടുക്കാൻ ഇവിടെ പലരും പല വഴിക്കും ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെന്ന് എനിക്കറിയാം. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയുന്നത് ഒരു അവസരമായി എടുക്കരുതെന്ന് തന്റെ പൂക്കാടനോട് പോയി പറഞ്ഞു കൊടുത്തേക്കണം, സൗകര്യം പോലെ. തമ്പി, ഇങ്ങ പാര്. പലിശ വ്യാപാരം എന്നോട് തൊഴിൽ, അന്നം. അതിനു മുന്നിൽ എനിക്ക് പൂക്കാടനെന്നോ മേനനെന്നോ ഒന്നുമേ ഇല്ലേ. എവ്വളവ് പണം വേണമെങ്കിലും പെരുമാൾ തരും. ആനാ വട്ടി മുടങ്ങിയ അത് പെരുമാൾക്ക് പിടിക്കലേ. അപ്പൊ വന്ന് നമ്മ പയ്യന്മാര് സ്ട്രോങ് ആയിട്ട് ഒരു റിമൈൻഡർ തരും. அந்த ரிமைண்டர் தான் தம்பிக்கு நேத்திக்கு கிடைச்சது. புரிஞ்சுதா? இந்த பெருமாள் பெட்டியில் இறக்கிய பணம் வட்டி சேர்த்து திரும்பி வர்றதுக்கு இந்த மாதிரி சில നമ്പർலாம் தேவைதான் தம்பி. എന്നാ തന്റെ അത്തരം തരികിട നമ്പറൊന്നും ഇനി എന്നോട് വേണ്ട. ദാ പിടിക്കേ, 10,500 സ്ക്വയർ ഫീറ്റ് വീടും അതിരിക്കുന്ന 60 സെന്റ് സ്ഥലവും എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത പ്രമാണമാണ്. രണ്ടിനും കൂടി മതിപ്പ് വില 10 കോടിയിൽ മേലെ വരും. തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 5 കോടിക്ക് മുമ്പ് തന്ന എഗ്രിമെന്റ് കൂടാതെ ഇപ്പോ ഈ ഒരു ഉറപ്പ് കൂടി തരികയാണ് ഞാൻ. പക്ഷേ ഒരുറപ്പ് എനിക്ക് ഇപ്പൊ കിട്ടണം. അടുത്ത 31-ാം തീയതി തന്റെ മുതലും പലിശയും സെറ്റിൽ ചെയ്യുന്നത് വരെ താനോ തന്റെ ഈ പീറ പിള്ളേരോ എനിക്കോ എന്റെ സ്ഥാപനത്തിന്റെയോ അവിടുത്തെ ഇടപാടുകാരുടെയോ നിഴൽ വെട്ടത്ത് പോലും വന്നു പോകരുത്. എന്താ പെരുമാളെ, സമ്മതമാണോ? അതോ ഈ ഒരു ഉറപ്പും തനിക്ക് പോരാന്നുണ്ടോ? போதும் தம்பி, போதும். நல்ல நிம்மதியாச்சு. நான் எனக்கு தந்த பணத்திலும் அப்புறம் நீ எனக்கு தந்த இந்த பிரமாணத்திலும் ஒரே முദ്ര.
இந்த சர்க்கார் முதிரையும் பக்கத்தில் இருந்தா நான் எதுக்கு பயப்படணும்? போய் வா தம்பி, போய் வா. சமாதானமா இருக்கு. இனிமே நீ சொன்ன நாள் வரை உன்னை யாரும் டிஸ்டர்ப் பண்ண மாட்டேன். இது இந்த பெருமாளோட வாக்கு. போயிட்டு வா தம்பி, நிம்மதியா போயிட்டு வா. பாரு தம்பி பாரு, இந்த பத்திரத்திலே பாரு, அந்த மேனோன் வீடு வட்டி முதலாக இந்த பெருமாள் பெட்டியில வீணது பாரு. எப்படி? ஏய், இந்த நாட்டுல ஒரு சொல் இருக்கா? எப்படி? ஆமா, கிடைச்சாச்சு. ரோகி நினைச்சதும் பாலு, வைத்தியம் கல்பிச்சதும் பாலு. கரெக்ட் இல்ல? அப்படிதானே? ஆமா ஆமா. பெருமாளே, நீங்க பெரியவரப்பா. നമസ്കാരം. ബെന്നിക്കുഞ്ഞെ, ഗുഡ് മോർണിംഗ്. നെയ്യാറ്റിങ്കര ഓഫീസിൽ നിന്ന് വർക്കി സാറ് വിളിച്ചിരുന്നു. വരുമ്പോ അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറ. ഞാൻ വിളിച്ചോളാം. ആ, ഇരിക്കടോ. ആ, ചാച്ചൻ എന്തേടി? മുറിയിലുണ്ട്, ആവി പിടിക്കുക. ഓ, ഈ പനിയും വെച്ചോണ്ട് ഇങ്ങനെ പുതച്ചു മൂടിയിരിക്കാതെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കുകയല്ലോ. ഇപ്പോഴത്തെ പനിയാ, വല്ല ഏനക്കേടും വരുത്തി വെക്കാതിരുന്നാ മതിയായിരുന്നു. ചാച്ചന്റെ പനിയൊക്കെ പമ്പ എടുക്കുന്ന ഒരു ഉഗ്രൻ ഒറ്റമൂലിയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അല്ല, ചാച്ചന് എന്നാ ഇരിപ്പാ? വയ്യാങ്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്നേ. ഓ വേണ്ടാവേ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. നീ എന്നാത്തിനാ വന്നേ? ആ പന്നൻ ഇന്ന് പെരുമാളിനെ കാണാൻ വന്നിരുന്നു. അവന്റെ കൊട്ടാരത്തിന്റെ ആധാരമായിട്ടല്ലേ? അപ്പൊ ചാച്ചൻ പെരുമാളിനെ വിളിച്ചായിരുന്നോ? ഞാൻ ഒരുത്തനെയും വിളിച്ചില്ലടാ പൊന്നു മോനെ. കൈപ്പുണ്ണിന് എന്തിനാടാ കണ്ണാടി? അവൻ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ഒടുക്കം ചെയ്യാനിരിക്കുന്നതും ഒക്കെ ഞാൻ എന്നേ അക്കമിട്ട് വെച്ചിരിക്കുകയാടാ പൊന്നു മക്കളെ. ഇന്നവൻ പെരുമാളിനെ ഏൽപ്പിച്ച ആ പ്രമാണം അവന്റെ പെട്ടിയിലെ ആദ്യത്തെ ആണിയാ. മുതലും പലിശയും തീർത്തേ ഒരു മാസത്തിനകം പ്രമാണം തിരിച്ചെടുക്കുന്ന പെരുമാളിനോട് അയാൾ വാക്ക് പറഞ്ഞിരിക്കുന്നത്. നടക്കുകയല്ല ബെന്നിച്ച, നടത്തുകയല്ല ഞാൻ. പെരുമാളിന് പറയുന്ന പണം എണ്ണിക്കൊടുത്ത് ആ വീട് ഞാനിങ്ങ് വാങ്ങൂടാ ബെന്നിച്ച. എന്നിട്ട് അതിന്റെ തിരുമുറ്റത്ത് ഈ പൂക്കാടനൊരു കുളം കുത്തും. അവനെ അവന്റെ കുടുംബത്തെയും ഒന്നടങ്കം അതിലിട്ട് കുഴിച്ചു മൂടാൻ. എന്നാലേ എന്റെ മോളുടെയും ചങ്കിലെ കത്തുന്ന തീയണയൂ. വരും ചാച്ച, അങ്ങനെ ഒരു അവസരം അധികം വൈകാതെ തന്നെ നമുക്ക് കിട്ടും. അവളും കൂടി ഒന്ന് വന്നോട്ടെ. ഇനി വിരലെണ്ണാവുന്ന മണിക്കൂറുകളല്ലേ ഉള്ളൂ. നാളെ എന്റെ മോള് ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ദിവസമാ. വനിതാ ജയിലിലെ വെറും നിലത്ത് വിരിച്ച കീറപ്പായയില് ഇന്നൊരു രാത്രി കൂടി അവൾ അന്തി ഉറങ്ങട്ടെ. അതോടെ തീരും എന്റെ ഈ അജ്ഞാതവാസവും. അത് കഴിഞ്ഞ് നമുക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങാടാവേ. ദേ, നിങ്ങൾ അപ്പനും മക്കളും കൂടി ഇത് എന്നാത്തിനുള്ള പുറപ്പാടാ? ഇനിയും വഴക്കിനും ബഹളത്തിനും ഒക്കെയാണോ? നമ്മുടെ മോള് ചെയ്ത തെറ്റിന് കർത്താവായിട്ട് അവക്കൊരു ശിക്ഷ കൊടുത്തു എന്ന് കൂട്ടിയാ പോരെ? കഴിഞ്ഞതൊക്കെ മറന്ന് ഇനിയുള്ള കാലം. നാവടക്കടി പന്നെ, അടുക്കളയ്ക്കപ്പുറം നിന്റെ ഒരു അഭിപ്രായോടെ കേട്ടുപോരുത് ഒരു കാര്യത്തിലും. കഴിഞ്ഞതൊക്കെ മറക്കാനും ക്ഷമിക്കാനും വേണ്ടിയായിരുന്നെങ്കിൽ പള്ളിയെയും പട്ടക്കാരനെയും വേണ്ടാന്ന് വെച്ച് ഞാൻ ഈ വീട്ടിൽ അടയിരിക്കുമായിരുന്നോ? എന്റെ പൊന്നുമോളെ കൈവലങ്ങു വിട്ട് പോലീസുകാർ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമ്പോ ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിരുന്നു. അവൾക്കെതിരെ സാക്ഷി പറഞ്ഞ ആ പീറ പെണ്ണിനെയും അവളുടെ കുടുംബത്തെയും എന്റെ മോളുടെ കൺമുമ്പിൽ വെള്ള പതപ്പിച്ച് കിടത്തുവന്ന്. അതിനുവേണ്ടി കളമൊരുക്കി കാത്തിരിക്കുമ്പോ എല്ലാം മറക്കാനും പൊറുക്കാനും പറഞ്ഞുകൊണ്ട് എന്റെ കൺമുമ്പിൽ വന്നേക്കരുത് ഒരുത്തിയും. പൊയ്ക്കോളണം, ഓടിയപ്പുറത്ത്. അജു, പ്ലീസ് ബിലീവ് മീ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പിണങ്ങിയും പട്ടിണി കിടന്നുമല്ല ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ
ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന്. പിന്നെ ഞാൻ എന്ത് വേണമെന്ന് പറയുന്നത്? എനിക്ക് പിന്നെ ഞാനെല്ലാം തുറന്നു പറയട്ടെ. അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ അജു തയ്യാറാണോ? സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ആരാ ചേച്ചി? അറിഞ്ഞിട്ടിപ്പോ നിനക്കെന്ത് വേണം? എന്തിന് ഏത് നേരം എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? ശല്യം. ഇനി എന്താ പ്ലാൻ? പഠിക്കാൻ പോകുന്നുണ്ടോ? എന്തിനാ? ഇനി പഠിച്ച് പരീക്ഷ പാസ്സായിട്ടും എന്താ കാര്യം? ജയിൽ പുള്ളി എന്നൊരു സ്റ്റിക്കർ പതിഞ്ഞു പോയില്ലേ? ഇനി വേറെ ചില പരീക്ഷകളുണ്ട് പാസ്സാവാൻ. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ആമ്പിള്ളേർക്കുണ്ടാകുന്ന ചീത്തപ്പേര് പോലെയല്ല പെണ്ണുങ്ങളുടെ കാര്യം. വേണ്ട മാഡം. ശിക്ഷ കഴിഞ്ഞിറങ്ങുന്നവർക്ക് മാഡത്തിന്റെ വകയായി ഇതുപോലെയുള്ള സാരോപദേശങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. സൈനയ്ക്ക് ആ ഗിഫ്റ്റ് പാക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മൾ ഐറ്റം വേറെയാ, വിട്ടേക്ക്. പിന്നെ എന്തെങ്കിലും വരം തന്നെ അടങ്ങുമെന്ന് മാഡത്തിന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാനൊരാഗ്രഹം ചോദിച്ചോട്ടെ. ഇവിടെ ഞാനിട്ട യൂണിഫോം ഇല്ലേ, ആ 50, അതെനിക്ക് വല്ലാതങ്ങ് പിടിച്ചുപോയി. ആ യൂണിഫോം എനിക്ക് തന്നു വിട്ടേക്കോ? സോറി, അതിനുള്ള വകുപ്പില്ല. ഓ അങ്ങനെ. അറിയാം മാഡം. എന്നാലും ഒരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. സാരമില്ല, അതിവിടെ തന്നെ കാണുമല്ലോ. ഇടയ്ക്കൊരു കൊതി തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നോളാം. അപ്പൊ പോട്ടെ മാഡം. താങ്ക്സ് എ ലോട്ട്. ഇവളെയൊക്കെ ഉപദേശിക്കാൻ പോകാതിരിക്കുന്നതാ മാഡം നല്ലത്. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? അപ്പന്റെ കാശിന്റെ തിളപ്പാ പെണ്ണിന്. നേരത്തെ വന്നതാ. അവളുമാർക്ക് ചിരിക്കാൻ അവസരം കൊടുക്കണ്ടെന്ന് വെച്ച് അകത്തോട്ട് കേറിയില്ലെന്നേ ഉള്ളൂ. അത് നന്നായി. പാപ്പച്ചി കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ നീ ഒന്നുകൂടി മിരിങ്ങിയിട്ടുണ്ടല്ലോ. അല്ലയോടാ ബെന്നിച്ച? പിന്നല്ലാതെ. ആ എന്നാലേ പാപ്പച്ചി ഞാൻ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും കിഴവനായി പോയി. ആകെ കറുത്ത് കരുവാളിച്ച് ഉണങ്ങിപ്പോയി. എന്നാ പറ്റി? അമ്മച്ചി നേരം കൊണ്ടൊന്നും തിന്നാൻ തരുന്നില്ലയോ? എന്റെ പൊന്നിങ് വന്നില്ലേ, ഇനി അപ്പച്ചൻ നന്നായിക്കോളും. ചാച്ചാ അതെ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ബാക്കിയൊക്കെ വണ്ടിയിലിരുന്ന് പറയാം. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീയും അച്ഛനോട് പിണങ്ങിയിരിക്കുക? എനിക്ക് പിണക്കൊന്നുമില്ല അച്ഛാ. എന്നാലും ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോ വല്ലാത്ത സങ്കടമുണ്ട് അച്ഛാ. അച്ഛൻ ആലോചിക്കാന്ന് പറഞ്ഞോണ്ട്
പാവത്തിന് ഞാനായിട്ട് മോഹിപ്പിച്ചത്. അത് ഓർക്കുമ്പോഴാ. മുത്ത് എന്ത് പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കും. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം മോളെന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആവശ്യമില്ലാതെ വാശി പിടിക്കാമെന്ന് മോൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. പക്ഷേ അതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കിക്കോളും രണ്ടുപേരും. നിനക്ക് വിശക്കുന്നുണ്ടോടിയേ? വീട്ടിൽ ചെന്നിട്ട് വല്ലതും കഴിച്ചാൽ മതിയോ അതോ? മതി പാപ്പച്ചി, ആദ്യം ഒന്ന് കുളിക്കണം. ഈ ജയിൽ മണം ഒന്ന് കഴുകിക്കളയണം. ചാച്ചാ, ദേ അവന്റെ കാറോ അത്, ആ പരട്ട മേനോന്റെ. നീ ഒന്ന് വണ്ടി കയറ്റി പിടിച്ചാലാ പനിച്ച. ആ